അപ്പോൾ നമ്മുടെ ഇന്നത്തെ അത്താഴത്തിൻ്റെ സ്പെഷ്യലുകളാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. നമ്മളിന്ന് ഡയറ്റിന് വേണ്ടിയുള്ള വെജിറ്റബിൾസൊക്കെയാണ് നമ്മളിന്ന് കുക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ വലിയ ടേസ്റ്റൊന്നും ഇല്ലെങ്കിലും നമ്മളുടേതായിട്ടുള്ള രീതിയിൽ അതായത് ക്യാരറ്റും ക്യാബേജും ഒക്കെ നമ്മൾ നന്നായിട്ട് കൊത്തി അരിഞ്ഞിട്ട് അധികം എണ്ണയൊന്നും ചേർക്കാതെ ബോയിൽഡായിട്ട് നമ്മൾ ആവിയിൽ വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇച്ചിരി ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് വേവിച്ചെടുത്ത് ഇച്ചിരി പച്ചമുളകും കൂടെ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. ഇതിലിപ്പം നമ്മൾ സവാള ചേർത്തിട്ടില്ല, കുറച്ച് വെളിച്ചെണ്ണ മാത്രമേ ചേർത്തിട്ടുള്ളൂ. നന്നായിട്ട് വരട്ടി കുറച്ച് ഉപ്പും ഇട്ടു. ഇതിൻ്റെ ഇടയ്ക്ക് ഷൈജിച്ചേട്ടൻ ചക്ക വെച്ച് ഉണ്ടാക്കിയൊരു സാധനമാണ് ഇതാ ഇപ്പോൾ കൊണ്ടു തന്നത്. നല്ല മധുരമായിരുന്നു. അപ്പം അത് റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ വെണ്ടയ്ക്കായും ഡയറ്റിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ചോറ് മാക്സിമം കുറച്ചിട്ട് ഈ വെണ്ടയ്ക്കായും ക്യാബേജും ക്യാരറ്റും ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെണ്ടയ്ക്കായും നമ്മൾ ഇതുപോലെ ബോയിൽ ചെയ്തെടുക്കും. പാതി വേവിച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. നന്നായിട്ട് കഴുകിയിട്ട് വേണം നമ്മൾ ഇതൊക്കെ ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഇച്ചിരി എരിവൊക്കെ വേണ്ടേ, കുറച്ച് മുളകൊക്കെ നമ്മൾ ഇടിച്ച് നേരത്തെ വെച്ചിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ ഓമയ്ക്ക വെച്ചാകുമ്പോൾ നല്ല അടിപൊളി ഒരു കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഓമയ്ക്ക പുളിശ്ശേരി. ഇതും കൂടെ ആയപ്പോഴത്തേക്കും അത്താഴം അടിപൊളി. ഓക്കെ.